അടിസ്ഥാനപരമായി ഇവരുടെ ഒരു സ്വഭാവത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇരട്ടത്താപ്പിൻ്റെ ആൾ രൂപങ്ങളാണെന്നുള്ളതാണ്. ഇവർ ഈ കാര്യത്തിൽ അല്ലെ എല്ലാ കാര്യത്തിലും എന്താണോ പറയുന്നത് അതിൻ്റെ എതിര് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഇരിക്കുന്ന ഈ ഭരണകൂടം, ഈ പിണറായി വിജയൻ, അയാളുടെ പാർട്ടി, അവരുടെ എല്ലാവരുടെയും പരിപാടി. അതായത് കൊലപാതകം നടത്തില്ല എന്ന് പറയുക, കൊലപാതകം നടത്തുക. മാധ്യമങ്ങൾക്കെല്ലാം സ്വാതന്ത്ര്യം അനുവദിക്കുമെന്ന് പറയുക, മാധ്യമങ്ങളെ അടിച്ചൊതുക്കുക. അഴിമതി ചെയ്യുമെന്ന് പറയുക, അഴിമതി ചെയ്യാതിരിക്കുക. അഴിമതി ചെയ്യില്ല എന്ന് പറയുക, അഴിമതി ചെയ്യുക. അപ്പോൾ അടിസ്ഥാനപരമായി ഇരട്ടത്താപ്പാണ് ഇവരുടെ മുഖമുദ്ര. ഞാൻ ഈ സന്ദീപ് പൊതുവിൽ ഇപ്പോഴത്തെ പിണറായി വിജയനെക്കുറിച്ച് പറഞ്ഞതിനോടെല്ലാം ഞാൻ യോജിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ചർച്ച മാധ്യമ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ടാണ് ഞാൻ അതിലേക്കൊന്ന് കേന്ദ്രീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ 3 മാധ്യമപ്രവർത്തകരെ 41A പ്രകാരമാണ് വിളിച്ചത്. അവരെ അറസ്റ്റ് ചെയ്യുമായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ ജോർജ് ജോസഫ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് പരോക്ഷമായി ബലദേവും അംഗീകരിച്ചു. അതായത് അവിടെ യുവമോർച്ച പ്രവർത്തകർക്കെതിരെ എടുത്തിരിക്കുന്ന അതേ വകുപ്പ് തന്നെ എടുത്തിരിക്കുന്നു. മഹിളാ മോർച്ച പ്രവർത്തകർക്കെതിരെ എടുത്തിരിക്കുന്ന അതേ വകുപ്പ് തന്നെ ഇവർക്ക് അതൊക്കെ ശുദ്ധ അസംബന്ധമാണ്. മാധ്യമപ്രവർത്തകർക്കെതിരെ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ കേസുകളെല്ലാം തന്നെ അസംബന്ധമാണ് എന്നുള്ള കാര്യത്തിലൊന്നും പ്രത്യേകിച്ച് ചർച്ചകളിലേക്ക് പോകേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കിവിടെ ഉയർത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഈ കേസുകളൊക്കെ എടുക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഒരു ചുമതലയിലുള്ള ആളാണല്ലോ ഈ ക്രമസമാധാന പാലന ചുമതലയുള്ള MR അജിത് കുമാർ. അയാളാണല്ലോ ഇപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ഫൽക്രം. അയാളാണല്ലോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ സെക്രട്ടേറിയറ്റിൽ നിന്ന് വീട്ടിലെത്തുന്നതിന് മുമ്പ് വരെ കാരവൻ വേണമെന്ന് പറഞ്ഞ, എനിക്കൊന്നും അറിയില്ല, എനിക്കിപ്പം പിണറായി വിജയൻ്റെ കാൽപാദം വീണ സ്ഥലം അല്ലേ, അതിന് എന്താണ് നവകേരള മണ്ണ് എന്ന് പേരിടണമെന്ന് പറഞ്ഞ, ദൈവം തന്ന വരദാനമാണ് എന്ന് പറഞ്ഞ VN വാസവന് തുറമുഖ വകുപ്പ് കൊടുക്കുമ്പോൾ സെക്രട്ടേറിയറ്റിൽ നിന്നിറങ്ങി വീട് വരെ പോകാൻ വേണ്ടി മുഖ്യമന്ത്രിക്ക് കാരവൻ വേണമെന്ന് പറഞ്ഞ MR അജിത് കുമാറിനെ ഇനിയിപ്പം ഇനി വല്ല DGP അതിന് വല്ല മുകളിലോ വല്ല നിയമിക്കുമോ എന്നെനിക്കറിയില്ല. എനിക്ക് MR അജിത് കുമാർ എന്ന് പറഞ്ഞ ADGP ക്രമസമാധാന പാലനുള്ള അയാളാണല്ലോ ഇതിൻ്റെ എല്ലാം ഒരു തലച്ചോറ്, ഈ കേസെടുക്കുന്നതിൻ്റെയൊക്കെ ഒരു തലച്ചോറ്. ഞാൻ അയാളെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഇന്നലെയോ മിനിഞ്ഞാന്നോ മറ്റോ 1 വർഷം മുമ്പ് സ്വപ്ന സുരേഷിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പിംഗ് ഞാൻ കാണാനിടയായി. ആ വീഡിയോ ക്ലിപ്പിങ്ങിൽ അവർ പറയുന്നുണ്ട് അവരെ പിണറായി വിജയനെതിരായിട്ടുള്ള സമരങ്ങൾ പോരാട്ടങ്ങളെല്ലാം അവസാനിപ്പിക്കണമെന്നും അവർ പിണറായി വിജയനെതിരെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവൻ വിഴുങ്ങണം എന്നും പറഞ്ഞുകൊണ്ട് ഷാജി കിരൺ എന്ന് പറഞ്ഞൊരു ഇടനിലക്കാരൻ, ഒരു കൂട്ടിക്കൊടുപ്പുകാരൻ 1 വർഷം മുമ്പ് സ്വപ്ന സുരേഷിനെ വന്ന് കണ്ടിരുന്നു. ഈ ആരെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ പിണറായി വിജയൻ വിട്ടത് തന്നെയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. കാരണം ഈ പറഞ്ഞ പോലെ ഇപ്പോൾ സന്ദീപ് പറഞ്ഞ പോലെ റൂത്ത്ലെസ് ആണ് ഇയാൾ. തലയ്ക്ക് ചെടിച്ചട്ടി കൊണ്ട് അടിച്ചു പൊട്ടിക്കുന്നത് രക്ഷാപ്രവർത്തനമാണ് എന്നൊരു മനുഷ്യൻ പറയുമ്പോൾ അയാളുടെ ബോധ നിലവാരം അയാളുടെ തലയ്ക്കകത്തിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. ഞാനതിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് പിണറായി വിജയൻ വിട്ടതായിരിക്കും ഷാജി കിരൺ എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. പക്ഷേ അവിടെ സ്വപ്ന സുരേഷിൻ്റെ ക്ലിപ്പിംഗ് ഞാൻ കണ്ടപ്പോൾ സ്വപ്ന സുരേഷ് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം പറയുന്നത് എന്താണെന്നറിയാമോ? അവരുടെ മുന്നിൽ ഈ ഷാജി കിരൺ ഇരിക്കവേ ഷാജി കിരണിന് 56 ഗോളുകൾ വന്നു എന്നാണ് അവർ പറയുന്നത്. 56 ഗോള്. അതിൽ പ്രധാനമായിട്ടും 2 പേരുടെ പേരാണ് അവർ പറഞ്ഞത്. അന്ന് ക്രമസമാധാന പാലന ചുമതലയുണ്ടായിരുന്ന വിജയ് സാക്രെ, 2 അന്ന് വിജിലൻസ് ഡയറക്ടറായിരുന്ന ഇപ്പോൾ ഇരിക്കുന്ന ഈ പിണറായി വിജയൻ്റെ താങ്ങിയായിട്ടിരിക്കുന്ന ഇയാളുടെ പേര് MR അജിത് കുമാർ. തൊട്ട് പിറ്റേ ദിവസം വിജയ് സാക്രെ പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു ഞാനങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ മഹാനുണ്ടല്ലോ, അതായത് പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഈ മനുഷ്യന് സെക്രട്ടേറിയറ്റിൽ നിന്ന് വീട് വരെ പോകുമ്പോൾ കാരവൻ വേണമെന്ന് പറയാനുള്ള അയാളെ എന്താണ് എനിക്കറിയില്ല, ഞാനതിലേക്ക് പോകുന്നില്ല. അയാൾ പക്ഷേ അന്ന് നിഷേധിച്ചില്ല. അവസാനം എനിക്ക് ഓർമ്മയുണ്ട്, അന്നത്തെ ഗൂഗിളൊക്കെ ഒന്ന് തപ്പണം എനിക്ക്, കാരണം അയാൾക്കെതിരെ അയാളെ പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ട് ഒന്ന് നീങ്ങിയാലെന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. കാരണം അന്ന് പത്രത്തിൽ വാർത്ത വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. 26 തവണ ഈ പിണറായി വിജയനെതിരെ സ്വപ്ന സുരേഷ് പറഞ്ഞതെല്ലാം പിൻവലിക്കണമെന്നും 1-ാം നമ്പറുകാരനെ പോയി കാണണമെന്നും 1-ാം നമ്പറുകാരൻ വളരെ അസന്തുഷ്ടനാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഷാജി കിരൺ എന്ന് പറഞ്ഞ ഈ ഇടനിലക്കാരൻ സ്വപ്ന സുരേഷിനെ കണ്ടപ്പോൾ സ്വപ്ന സുരേഷിൻ്റെ മുമ്പിൽ ഷാജി കിരൺ ഇരിക്കവേ 26 തവണ ഷാജി കിരണിനെ വിളിച്ച മഹാനാണ്, മഹാമനസ്കനാണ് ഇപ്പോൾ ഇരിക്കുന്ന ഈ ക്രമസമാധാന പാലന ചുമതലയുള്ള ADGP. അത് ഗൂഢാലോചനയല്ല. ആലോചിച്ച് നോക്കണം നമ്മൾ. ഈ ഗൂഢാലോചനയ്ക്കിപ്പോൾ മാധ്യമപ്രവർത്തകരെ കേസെടുക്കുന്ന ഈ പോലീസിൻ്റെ മേധാവിയുടെ കാര്യമാണ് ഞാനീ പറയുന്നത്.
എന്നിട്ട് അയാൾ എന്ത് ചെയ്തു? അയാളെ എന്ന് വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് അയാളെ ഇപ്പോൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് പിണറായി വിജയൻ്റെ തലച്ചോറായിട്ടാണ്. ADGP ക്രമസമാധാനം അയാളാണ് അവിടെ ഇരുന്നുകൊണ്ട്, അതായത് 1-ാം നമ്പർ അതല്ലെങ്കിൽ കറകളഞ്ഞ ഗൂഢാലോചന വിജിലൻസ് ഡയറക്ടറായിരുന്നപ്പോൾ മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടി നടത്തിയ ADGP MR അജിത് കുമാറാണ് അവിടെ ഇരുന്നുകൊണ്ട് പിന്നെ ഈ മാധ്യമപ്രവർത്തകർക്കെതിരെ ഇപ്പോൾ ഈ കേസുകളെല്ലാം എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെന്ത് ഉപമയാണ് ഞാൻ പറഞ്ഞത്? ഒരു ഉപമ ചിലപ്പോൾ ഒന്ന് പറഞ്ഞാൽ അത് നമുക്ക് സംസ്കാരത്തിന് ചേർന്നതായതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ അതാണ് അതിനകത്തെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ MR അജിത് കുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ക്രമസമാധാന ചുമതലയുള്ള ADGPക്കെതിരെ ഒരു പ്രൈവറ്റ് കംപ്ലയിൻറ്റുമായിട്ട് പോയാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. കാരണം അയാൾ ആ സ്ഥാനത്തിരുന്ന് കൂടാലും നടത്താൻ പാടില്ലാത്ത ആളാണല്ലോ. 1. 2 CRPC 197 പ്രകാരം അയാളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പിന്നെ അനുവാദം ചോദിക്കാനും ഞാൻ ആലോചിക്കുന്നുണ്ട്. ആ പ്രോസിക്യൂഷൻ അനുവാദം കിട്ടിയില്ലെങ്കിൽ അയാൾക്കെതിരെ ഒരു പ്രൈവറ്റ് കംപ്ലയിൻറ്റുമായിട്ട് പോയാലോ എന്നുള്ളതും കൂടി ഞാൻ ആലോചിക്കുന്നുണ്ട്. അയാളും കൂടെ കേൾക്കാനാണ് ഞാനിത് പറയുന്നത്.